ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് അടിപൊളി ഒരു ഹെയർ പാക്കാണ് കേട്ടോ. ഹെയർ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നിർത്താനും നമ്മുടെ താരം പോകാനൊക്കെ എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അത് പാക്കായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തലയിലിടാം. അഥവാ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ നീര് മാത്രം മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറം പോലെ ഉപയോഗിക്കാനായിട്ട് അങ്ങനെയും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങളോ തണുപ്പ് തട്ടിയിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അത് ഞാനതാണ് സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ മുടിക്ക് കൊടുക്കാൻ പറ്റുന്ന പാക്കുകളിൽ ഒരെണ്ണം ഇതാണ് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ അവിടെ പറഞ്ഞു തരാറുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാറുണ്ടല്ലോ. അപ്പോൾ തലയിലേക്ക് കിട്ടുന്നത് മാത്രമാണ് ഞാനിവിടെ കുറച്ച് കാണിക്കാറ്. അതെന്ന് വെച്ചാൽ അത്രയും സമയം നമ്മളിവിടെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ചെമ്പരത്തി പൂവ് വേണം. പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതിവിടെ ഉള്ളതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഈ നാളികേരം കറ്റാർവാഴയും ഈ ചെമ്പരത്തി പൂവ് മാത്രം മതി. ഇത് നല്ലപോലെ അരിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതുപോലെ അരച്ചെടുത്ത് തന്നെ തല തേക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോ. പിന്നെ നമ്മൾ തലയിലേക്ക് എണ്ണ തേക്കുമ്പോൾ പലരും ഡബിൾ ബോയിൽ ചെയ്തിട്ട് തലയിലേക്ക് എണ്ണ തേക്കാറുണ്ട്. ഇനിയിപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ അടിയിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തലയൊട്ടിയിലൊക്കെ മുടിമലൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ തൊട്ടുപറ്റൽ പരിപാടി മാത്രമേ നടക്കുള്ളൂ. തലയോട്ടിമലിക്ക് അധികം എണ്ണ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിവിടെ മുടിമലിക്ക് എണ്ണ കൊടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ മുടിയുടെ തുമ്പത്തും ഇതേപോലെ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെട്ടി കഴിഞ്ഞാൽ നമ്മൾ മുടിയുടെ തുമ്പത്തെ എണ്ണ തൊട്ട് തേക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ തേച്ചതിന് ശേഷം നല്ല രീതിക്ക് മസാജ് കൊടുക്കുക. നമുക്ക് എപ്പോഴും മുടി ഒരു മാസത്തിലൊരിക്കൽ കട്ട് ചെയ്യേണ്ടത് നല്ലതാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പോലെ മുടി വലുതായിട്ട് കോല് പോലെ ആയിട്ട് അപ്പോൾ അടിഭാഗത്ത് എത്തുന്തോറും കനം കുറഞ്ഞ് വരും. അപ്പോൾ ഉള്ളത് നല്ല കനത്തിൽ കൊണ്ടുവരാനായിട്ട് ഒപ്പത്തിന് വളർത്തി കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുടി കട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോഴാണ് മുടിയുടെ വളർച്ച ഉണ്ടാവും തന്നെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പാക്ക് നല്ല പോലെ ഓരോ ലെയർ എടുത്ത് മസാജ് കൊടുക്കുക, തേച്ച് കൊടുക്കുക, മസാജ് കൊടുക്കുക. അതുപോലെ മുടി കീഴ്പെട്ടിക്ക് ഇട്ടിട്ട് ബാക്കിൽ നല്ലപോലെ കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.